നിന്നാത്മാവിനാൽ സമ്പൂർണമായി നിലനിന്നിടാൻ കൃപയേകണേ. നിന്നാത്മാവിനാൽ സമ്പൂർണമായി നിലനിന്നിടാൻ നിൻ ജീവൻ നൽകിയതാ. ഞാനെന്നും നിന്റേതല്ലോ, പിന്മാറിപ്പോയിടുവാൻ ഇടയാകല്ലേ നാഥാ. നിന്റെ രക്ഷയെ വർണ്ണിക്കുവാൻ നിൻ ശക്തിയാൽ നിറച്ചിടുക. നിന്റെ രക്ഷയെ വർണ്ണിക്കുവാൻ നിൻ ശക്തിയാൽ നിറച്ചിടുക. വചനത്താൽ നിലനിന്നിടാൻ നാഥാ നിൻ വരവിൻ വരെ. വചനത്താൽ നിലനിന്നിടാൻ നാഥാ നിൻ വരവിൻ വരെ. നിന്നോടു ചേർന്നിടുവാൻ എന്നെ ഒരുക്കിയിടുക. ഞാൻ എന്നെ നൽകിടുന്നേ സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോൽ എന്നെ ഒന്നു നീ പണിയണമേ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോൽ എന്നെ ഒന്നു നീ പണിയണമേ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി പൂവിൽ ഞാൻ. ജീവൻ പോകുവോളോ നിന്നോടു ചേർന്നു നിൽക്കാൻ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി പൂവിൽ ഞാൻ. നിന്നോടു ചേർന്നു നിൽക്കാൻ. ആമേൻ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ക്ഷീണിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ലോക ജീവിതത്തിൽ കർത്താവേ, ഹല്ലേലൂയ, കർത്താവെ നടക്കുമ്പോൾ സർവശക്തനായ ദൈവമേ, ക്ഷീണിച്ചു പോകാതെ അന്ത്യം വരെ കർത്താവെ നിൽക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഈ സൂം മീറ്റിങ്ങിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചന ശുശ്രൂഷയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കടന്നു വന്ന ഓരോ ദൈവമക്കൾക്കായും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഈ പ്രഭാതത്തിൽ രാവിലെ സമയം കർത്താവെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഓരോ വ്യക്തികളുടെയും ഹൃദയങ്ങളിൽ കർത്താവെ പതിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവെ ഈ സമയം വ്യാപരിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണം. തിരുമഹത്വം വെളിപ്പെടുവാൻ ഇടയാകണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ സ്വർഗസ്ഥ നല്ല പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ എബനേസർ മലയാളം ഫെലോഷിപ്പ് ആമീൻ പ്രിയ ഫേബർ സിസ്റ്റർ നടത്തുന്ന ഈ സൂം മീറ്റിംഗിലേക്ക് ആമീൻ അടിയന് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസിയെ ആമീൻ സ്തോത്രം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ആമീൻ സ്തോത്രം. ദൈവദാസന്മാര്, ദൈവദാസിമാര്, അഭിഷിക്തര് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. എന്റെയും പല പ്രിയപ്പെട്ടവര് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സമയം അധികം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് തിരുവചനത്തിലേക്ക് ആമേൻ സ്തോത്രം നമുക്ക് കടക്കാം. ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിനെ കുറിച്ച് 4-5 ദിവസം മുമ്പ് എന്നോട് പ്രിയ ഫേബർ സിസ്റ്റർ പറഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ആമേൻ സ്തോത്രം പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് തന്ന ഒരു വചനം ആമേൻ സ്തോത്രം എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളായിരുന്നു എൻ്റെ ഉള്ളത്തിൽ എനിക്ക് പ്രകാശനം ലഭിച്ചത്. ആമേൻ സ്തോത്രം. എന്നാൽ പിന്നെയും എൻ്റെ ഹൃദയത്തിൽ പല വചനഭാഗങ്ങൾ ഓടിയെടുത്തെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ആമേൻ സ്തോത്രം പ്രിയ ഫേബർ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ
ഒരു വാക്ക് ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. അപ്പൊ എനിക്ക് ആ ഒരു സ്തോത്രം വചനത്തിന് നല്ലൊരു കൺഫർമേഷൻ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം അപ്പൊ തിരുവചനം തന്നെ സ്തോത്രം പറയണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളത്തിൽ പ്രകാശനം തന്നതുകൊണ്ട് ആ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17, 18 സ്തോത്രം തിരുവചനങ്ങള് 19 വാക്യങ്ങള് നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആമേൻ. ഈ എഫേസ്യ ലേഖനം സ്തോത്രം നമുക്കറിയാം, പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങളിലെ ആദ്യത്തേതാണ് എഫേസ്യ ലേഖനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ ശരീരമായ സഭ എന്നാണ് ഇതിന്റെ പ്രധാനമായ വിഷയം. അതിനെക്കുറിച്ചാണ് ഈ എഫേസ്യ ലേഖനത്തില് സ്തോത്രം പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് 3 പ്രധാന വിഷയങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഒന്ന്, കൃപയാൽ വിശ്വാസിക്ക് ലഭിക്കുന്ന അത്യുന്നതമായ പദവിയെ കുറിച്ച് ഇവിടെ പറയുന്നു. ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ കുറിച്ച് ഉള്ള സത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് വിശ്വാസിയുടെ ഒരു ദൈവ പൈതലിന്റെ ഉന്നത പദവിക്ക് അനുസൃതമായ ഒരു ജീവിതം സ്തോത്രം അതെങ്ങനെയായിരിക്കണമെന്നൊക്കെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. മുഖവരി ഒന്നും പറഞ്ഞ് ഞാൻ സമയം സ്തോത്രം കളയുന്നില്ല. നമുക്ക് വായിച്ച വചനഭാഗത്തിലേക്ക് തന്നെ നമുക്ക് വരാം. സ്തോത്രം. ഇവിടെ വായിക്കുന്നു സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള ദൈവ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. പൗലോസിന്റെ സ്തോത്രം പല പ്രാർത്ഥനകളുണ്ട്. അതിലെ 2 പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ തന്നെ എഫേസ്യ ലേഖനത്തിലാണുള്ളത്. സ്തോത്രം. ഒന്ന് ഈ വാക്യവും സ്തോത്രം. രണ്ടാമതായിട്ട് സ്തോത്രം 3-ാം അധ്യായത്തിലും സ്തോത്രം ഹല്ലേലൂയ 14 മുതലുള്ള വാക്യങ്ങള് സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം ദൈവജനത്തിന് വേണ്ടി എഫെസോസിലെ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. സ്തോത്രം. നമുക്കതറിയാമല്ലോ. ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഹല്ലേലൂയ നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് 1-ാമത്തെ സ്തോത്രം ഇവിടെ വായിക്കുന്നു. സ്തോത്രം 16-ാം വാക്യം ഇങ്ങനെയാ വായിക്കുന്നേ, നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ. ഇടവിടാതെ പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ. നമ്മളൊക്കെ പ്രാർത്ഥിക്കും. രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കും. രാവിലെയും വൈകിട്ടും സ്തോത്രം. പിന്നെ നമ്മളൊക്കെ നമുക്ക് എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴൊക്കെ സ്തോത്രം ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. സ്തോത്രം. മറ്റുള്ള തിരക്കുകളൊന്നും ഇല്ല എങ്കിൽ സ്തോത്രം. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്ന അങ്ങനെയല്ല. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ ഞാൻ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. നമ്മളെ കൊണ്ട് സാധിക്കുമോ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ? ആർക്ക് വേണ്ടിയാ? ഭാര്യയ്ക്ക് വേണ്ടിയല്ല, ഭർത്താവിന് വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടിയല്ല. നമ്മളൊക്കെ നമ്മുടെ ഇടവിടാതെ അല്ലെങ്കിൽ നമ്മള് സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്ന മിക്കവാറും നമ്മുടെ വിഷയങ്ങളാണ് സ്തോത്രം നമ്മള് പ്രാർത്ഥനയിൽ മുഖ്യമായിട്ട് എടുക്കുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവസഭയ്ക്ക് വേണ്ടി ഈ ദൈവ മക്കൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുക, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥിക്കുന്നതിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ചില പൗലോസിന്റെ പ്രാർത്ഥനകളുടെ ചില സ്തോത്രം ഹല്ലേലൂയ മുഖാന്തരങ്ങള് പൗലോസ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിന്റെ പ്രാർത്ഥനയുടെ മോഡൽ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് സ്തോത്ര അതിന്റെ 16-ാം വാക്യം ഇപ്പൊ ഞാൻ വായിച്ച വാക്യം തന്നെയാണ്. ഇടവിടാതെ സ്തോത്രം ചെയ്ത് സ്തോത്ര അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ ഹല്ലേലൂയ. സ്തോത്ര. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഹല്ലേലൂയ. നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. സ്തോത്രം. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഈ ആവശ്യങ്ങൾ നാം സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. സ്തോത്രം. ഹല്ലേലൂയ.
പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം കുറ്റം പറഞ്ഞ് ആമേൻ സ്തോത്രം നമുക്കൊരു പ്രയാസം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ആമേൻ സ്തോത്രമൊക്കെ നാം മറന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എന്നാൽ അങ്ങനെയല്ല, മറിച്ച് ഹല്ലേലൂയ നമ്മൾ ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ നാം സ്തോത്രത്തോടെ പ്രാർത്ഥിക്കണമെന്നൊരു മോഡല് ആമേൻ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് നമുക്ക് വെളിപ്പെടുത്തി തരികയാ. ആമേൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. രണ്ടാമതായിട്ട് പൗലോസിന്റെ പ്രാർത്ഥനയുടെ ആമേൻ മറ്റൊരു ഭാഗമാണ് 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ പ്രാർത്ഥിക്കുന്നു. ആമേൻ സ്തോത്രം ഇങ്ങനെയാ പ്രാർത്ഥിക്കുന്ന പൗലോസ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ആമേൻ ഹല്ലേലൂയ. ദൈവമക്കളെ ആമേൻ സ്തോത്രം മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയ്ക്ക് ആമേൻ വളരെ ഹല്ലേലൂയ പ്രതിഫലം ലഭിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് ആമേൻ സ്തോത്രം എല്ലാവരും നമുക്കറിയാം, ഇന്ന് എല്ലാവരും മുട്ടയിലൊന്നും ഇരുന്നുള്ള പ്രാർത്ഥന ഇന്ന് വളരെ കുറവാ. ആമേൻ സ്തോത്രം. കാരണം ആരുടെയും കുഴപ്പമല്ല. ആമേൻ സ്തോത്രം പലരുടെയും മുട്ടിന് വേദന, ആമേൻ നടുവിന് വേദന. ആമേൻ സ്തോത്രം. പക്ഷെ എന്നാൽ ആദ്യ കാലങ്ങളിലേക്ക് നോക്കിയാൽ ആമേൻ ദൈവസഭയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നാം പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ ഈ നാളുകളിൽ അതെല്ലാം മാറിപ്പോയി. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം. അങ്ങനെ ഒരു നാളുകളിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ആമേൻ ഹല്ലേലൂയ സ്തെഫാനോസ് കല്ലെറിഞ്ഞ് മരണപ്പെടുന്നതിന് മുൻപ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ മുട്ടുകുത്തിയ സ്തെഫാനോസിന് വേണ്ടി ആമേൻ സ്തോത്രം സ്വർഗം തുറന്നെങ്കിൽ ആമേൻ സ്തോത്രം നമുക്കറിയാം ഹല്ലേലൂയ 3.5 വർഷത്തെ വരൾച്ച ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഏലിയാവ് ആമേൻ സ്തോത്രം മുട്ടുകുത്തി ആമേൻ സ്തോത്രം ഹല്ലേലൂയ കാലുകൾക്കിടയിൽ ആമേൻ സ്തോത്രം മുട്ടുകൾക്കിടയിൽ തല വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ സ്തോത്രം ആ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആ വരൾച്ചയെ മാറ്റിയെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മരണരേഖ എഴുതിയപ്പോഴും ദാനിയേൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആമേൻ തമ്പുരാൻ ആമേൻ സ്തോത്രം മരണരേഖയെ കീറിയെങ്കിൽ ആമേൻ ഇന്ന് പകൽക്കാലം ഇന്ന് ഈ പ്രഭാതത്തിൽ ഇന്ന് രാവിലെ സമയം ദൈവമക്കളെ നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ ഹല്ലേലൂയ ചില രേഖകളെ തിരുത്തി എഴുതുവാൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ റമാനക ശംദന ചൂടവ റബലവ ശംദന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചില ഹല്ലേലൂയ തടസ്സങ്ങളെ മാറ്റുവാൻ ചില പ്രതികൂലങ്ങളെ മാറ്റുവാൻ ഹല്ലേലൂയ ദൈവത്തിന് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ ആമേൻ രണ്ടാമത്തെ ഘട്ടം അതാ. മൂന്നാമത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചില രേഖകളെ പരിശുദ്ധാത്മാവ് തിരുത്തി എഴുതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രുവിന്റെ ചില പദ്ധതികളെ മാറ്റി എഴുതുവാനായിട്ട് ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ശത്രു എഴുതി വെച്ചിരിക്കുന്ന ചില രേഖകൾ ചില കുടുംബത്തിന് നേരെ ചില തലമുറകൾക്ക് നേരെ ആമേൻ സ്തോത്രം ചില ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആമേൻ സ്തോത്രം അഭിഷക്തരുടെ ചില ശുശ്രൂഷകൾക്കെതിരെ ശത്രുവായ സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന ചില പദ്ധതികള് ചില രേഖകളെ തിരുത്തി എഴുതുവാൻ ഹല്ലേലൂയ ദിവസങ്ങളിൽ നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്ന് ആമേൻ സ്തോത്രം ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മെ അറിയിക്കുകയാ. 3-ാമത്തെ എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം പൗലോസിന്റെ പ്രാർത്ഥന ഇതേ രീതിയിലായിരുന്നു. എന്താ? ആമേൻ സ്തോത്രം ഏത് നേരത്തും ആമേൻ സ്തോത്രം ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കും. നമ്മളെ കൊണ്ട് സാധിക്കുമോ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് നേരത്തും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറായാൽ ആമേൻ സ്തോത്രം പറഞ്ഞതുപോലെ ഹല്ലേലൂയ ശത്രുവിന്റെ ചില പദ്ധതികളെ പൊളിച്ചെടുക്കുവാനായിട്ട് ആമേൻ സ്തോത്രം നമുക്ക് കഴിയും. ദൈവമക്കളെ ഉടവ റവലവ ശംദന ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ പ്രൈസ് ദി ലോർഡ് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഏത് നേരത്തും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറായാൽ ദൈവമക്കളെ ഹല്ലേലൂയ പിശാച് ഹല്ലേലൂയ നടക്കത്തില്ലെന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ നിന്നെ മുന്നോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന ഏത് വിഷയമാണെങ്കിലും അതിന്റെ മേൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കുവാൻ ഇന്ന് പകൽക്കാലം നാം തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവമക്കളെ ഹല്ലേലൂയ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഹല്ലേലൂയ ഇപ്പൊ പിടിച്ച മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് ആമേൻ സ്തോത്രം ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തു. ആമേൻ ഹല്ലേലൂയ. ഞാൻ ആമേൻ സ്തോത്രം എനിക്ക് ഒരു വ്യാഴാഴ്ച വൈകിട്ട് ആമേൻ സ്തോത്രം പ്രൈസ് കേൾക്കാം മേലെ പ്രൈസ് ദി ലോർഡ് കേൾക്കാം.
സൂസൻ സുനിൽ ഒന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ താങ്ക് യു ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ ആമേൻ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് ഹല്ലേലൂയ എനിക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് വെക്കാൻ പാടില്ലാതെ ആമേൻ എന്റെ ഹിപ്പിന് നല്ല വേദനയായിട്ട് ഞാൻ ഭാരപ്പെട്ടു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്റെ കാലിന്റെ വിരലൊന്നും എനിക്ക് അനക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ അവസ്ഥ കണ്ട വ്യക്തി ആമേൻ സ്തോത്രം ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രിയ സൂസൻ തോമസ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ കർത്താവിന്റെ ദാസിയ അനുഭവം കണ്ടതാ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഞാൻ പറയുന്നത് കള്ളത്തരമല്ല ദൈവമക്കളെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല ഹല്ലേലൂയ ആമേൻ സ്തോത്രം വ്യാഴാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതിവേദനയാൽ ഞാൻ ഭാരപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു ആമേൻ സ്തോത്രം ഹല്ലേലൂയ വെള്ളിയാഴ്ച ആമേൻ സ്തോത്രം എനിക്ക് ആമേൻ സ്തോത്രം വെച്ചു ചെറിയ ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു അതിന് പോവുകയും ചെയ്യണം ആമേൻ സ്തോത്രം പോകാതിരിക്കാനായിട്ട് പറ്റത്തുമില്ലായിരുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നാൽ ദൈവമക്കളെ ഹല്ലേലൂയ ഞാൻ പോയിട്ട് എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലായിരുന്നു രണ്ടുപേര് പിടിച്ച് ആമേൻ സ്തോത്രം എന്നെ കൊണ്ട് കസേരയിൽ ഇരുത്തി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവമക്കളെ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു എന്നാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല കാരണം ആമേൻ സ്തോത്രം ഞായറാഴ്ച വൈകിട്ട് ജാനുവരി 25 വൈകിട്ട് 6 മണി മുതൽ 26 രാവിലെ 6 മണി വരെ വീട്ടിൽ ഓൾ നൈറ്റ് പ്രയർ ഉണ്ട് 12 മണിക്കൂർ പ്രയറാ ദൈവമക്കളെ ഞാൻ ഹോസ്പിറ്റലിൽ പോയാൽ ആ മീറ്റിംഗ് മുടങ്ങിപ്പോകും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ ആമേൻ സ്തോത്രം പറഞ്ഞു ഇല്ല ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല ഹല്ലേലൂയ ദൈവമക്കളെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടോ ദൈവമക്കളെ ഉണ്ട് കേട്ടോ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ എനിക്ക് ആമേൻ സ്തോത്രം ആമേൻ വേദന നന്നായിട്ടുണ്ട് ആമേൻ സ്തോത്രം എന്നാലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവിൽ ആമേൻ സ്തോത്രം പിശാചിനെ ആമേൻ സ്തോത്രം വെല്ലുവിളിച്ചുകൊണ്ട് ശത്രുവിനോട് എതിർത്ത് നിൽപ്പേ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് ദൈവത്തിന്റെ വചനമാ അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ഞാൻ ഹല്ലേലൂയ പിശാചിനോട് എതിർത്തു നിന്നുകൊണ്ട് ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കുവാനിടയെ ദൈവമക്കളെ അപ്പോൾ തന്നെ ഹല്ലേലൂയ ചില ദൈവദാസിമാരോട് ആമേൻ സ്തോത്രം പ്രാർത്ഥന വിഷയം പറഞ്ഞു ആമേൻ സ്തോത്രം അവർ പ്രാർത്ഥിച്ചു ഹല്ലേലൂയ ദൈവമക്കളെ ആത്മാവിൽ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് കേട്ടോ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സൺഡേ രാവിലെ ആമേൻ സ്തോത്രം ഞാൻ എനിക്ക് സഭായോഗത്തിൽ കടന്നു പോകുവാൻ എന്റെ ദൈവം ഇടയാക്കി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഞായറാഴ്ച വൈകിട്ട് ഓൾ നൈറ്റ് പ്രയർ ആമേൻ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ ഇടയായി ഓൾ നൈറ്റ് പ്രയർ കഴിഞ്ഞപ്പോൾ ആ വേദന പൂർണ്ണമായിട്ട് മാറുവാനായിട്ട് ഇടയായി തീർന്നു ആമേൻ സ്തോത്രം പിശാചിന്റെ വെല്ലുവിളിയെ നാം ജയിക്കുന്നവരായി മാറണം ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം ചില വിഷയങ്ങളുടെ മേൽ ജയമെടുക്കണമോ ദൈവമക്കളെ ഹല്ലേലൂയ ഞാൻ അലട്ടുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഏത് വിഷയമാണെങ്കിലും അതിന്റെ മേൽ ജയമെടുക്കണമെങ്കിൽ ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം വീണ്ടും ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പറയുക എപ്പോഴും ആമേൻ സ്തോത്രം സന്തോഷിപ്പീൻ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം പ്രൈസ് ദി ലോർഡ് അത് പറ്റുമോ ദൈവമക്കളെ നമുക്ക് ഹല്ലേലൂയ ഒരു പനി വന്നാൽ ഒരു തലവേദന വന്നാല് ആമേൻ സ്തോത്രം നാം ആമേൻ സ്തോത്രം മങ്ങിയും മയങ്ങിയും സ്തോത്രം ഹല്ലേലൂയ ഒരു ചെറിയ പ്രയാസം വന്നാല് ആരാധന മുടക്കുന്നവരാ ആമേൻ സ്തോത്രം നാം പലരും ആമേൻ സ്തോത്രം ഹല്ലേലൂയ അങ്ങനെ അല്ലാത്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇവിടെ പറയുന്നു ആമേൻ സ്തോത്രം സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വിഷമങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ദൈവമക്കൾക്കൊക്കെ ഭാരങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് മറ്റുള്ളവർ അനുഭവിക്കുന്നതിൽ അതേമായ വ്യഥ ആമേൻ സ്തോത്രം നുറുക്കങ്ങൾ ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ടാണെങ്കിലും അവർക്ക് പുറമെ ഒരു സന്തോഷമുണ്ട് എന്താണെന്നറിയാമോ അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നവൻ ലോകത്തെ ജയിച്ചവനാ എന്നിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്നുള്ള ഒരു ബോധ്യം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ നമുക്ക് ആമേൻ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ അവർക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റിയതായ ഒരു സാഹചര്യം ആയിരുന്നോ അല്ല പ്രിയപ്പെട്ടവരെ കാലിൽ ബന്ധനം കയ്യിൽ ബന്ധനം ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം അവരെ ആമത്തിൽ കിടക്കുക കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത് അവർക്ക് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഒരു സ്വാതന്ത്ര്യവുമില്ല പക്ഷെ എന്നാൽ അവരുടെ നാവിൽ ആമേൻ സ്തോത്രം ബന്ധനമില്ലായിരുന്നു അവരവരുടെ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു ദൈവത്തോട് പാടി ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം അവരറിയാതെ അവരുടെ ചങ്ങലയെ സ്വർഗ്ഗത്തിലെ ദൈവം അഴിച്ചെങ്കിൽ ഓ ഹല്ലേലൂയ റിമാനക ശംദന ചൂടബ റവലവ ശംദന റഗന നമ്മുടെ വിഷമങ്ങൾ മറന്ന് ആമേൻ സ്തോത്രം നാം ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായാൽ ഭാരങ്ങൾ മറന്ന് രോഗങ്ങൾ മറന്ന് ബലഹീനതകൾ മറന്ന് ദൈവ പൈതലേ ഈ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ കരങ്ങൾക്ക് നമുക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ നമ്മുടെ നാവിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ
ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആരും ഹല്ലേലൂയ ചങ്ങലയ്ക്കകത്തല്ലിരിക്കുന്നത്, ആരും ഹല്ലേലൂയ ആമേൻ സ്തോത്രം ബന്ധനത്തിൽ അല്ലിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നാൽ കർത്താവിനെ ആരാധിച്ചാൽ, ആമേൻ ദൈവത്തെ സ്തുതിച്ചാൽ, ആമേൻ സ്തോത്രം ആമേൻ ചില ബന്ധനങ്ങളെ, ഭവനത്തിലെ ചില കാരാഗ്രഹത്തിന്റെ അവസ്ഥകളെ ദൈവത്തിന് മാറ്റുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമക്കളെ, ഐസിയുവിലോ വെന്റിലേറ്ററിലോ ഒക്കെ കിടക്കുന്നവർക്ക് ആമേൻ സ്തോത്രം ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല. അവർക്ക് ഹല്ലേലൂയ കൈകൾ അനക്കാൻ കഴിയില്ല, അവർക്ക് കാലുകൾ അനക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ സ്തോത്രം ബന്ധനം അഴിയാനല്ല ആരാധിക്കുന്നത്, പക്ഷേ ഹല്ലേലൂയ ദൈവജനം ദൈവത്തെ ആരാധിക്കുമ്പോൾ ചില കെട്ടുകൾ അഴിയുവാനായിട്ടിടയായി തീരും, ചില ബന്ധനങ്ങൾ അഴിയുവാനായിട്ടിടയായി തീരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേരത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥന ആമേൻ സ്തോത്രം ഇതേ രീതിയിലായിരുന്നു. ഇതേ രീതിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വീണ്ടും നമ്മൾ ആ വായിച്ച വചനഭാഗത്തേക്ക് മടങ്ങി വരികയാ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് ആമേൻ സ്തോത്രം ആ ഒരു വാക്ക് ആമേൻ സ്തോത്രം ആമേൻ സ്തോത്രം നമുക്ക് ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം ആ വാക്കിൽ നിന്നുകൊണ്ടാണ് ആമേൻ ദൈവവചനം ഹല്ലേലൂയ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ സ്തോത്രം നമ്മുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം ഈ ദിവസങ്ങളിൽ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാം ആമേൻ ഹൃദയത്തിനൊരു കണ്ണുണ്ട് ദൈവമക്കളെ. പുറമേയുള്ള നമ്മുടെ കണ്ണ് ആമേൻ സ്തോത്രം നല്ല കാഴ്ചയുള്ള കണ്ണാ, പലതും ലോകത്തിലുള്ളതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ ഹല്ലേലൂയ ദൈവപ്രവർത്തി കാണണമെങ്കിൽ, ദൈവിക കരുതൽ കാണണമെങ്കിൽ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ നമ്മുടെ നിക്ഷേപങ്ങൾ കാണണമെങ്കിൽ ആമേൻ സ്തോത്രം നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. തുറന്നാൽ പോരെ ദൈവമക്കളെ, ആമേൻ സ്തോത്രം അത് പ്രകാശിക്കണം. ആമേൻ. നമുക്കറിയാം ഒരു മുറിയിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇരുട്ടുള്ള മുറിയിൽ വെളിച്ചം പ്രകാശിക്കുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന പല സാധനങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയുന്നല്ലേ പ്രിയപ്പെട്ടവരെ? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ചിലതൊക്കെ നമുക്ക് ആമേൻ ഇരുട്ടത്തൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല, മറിച്ച് പ്രകാശമുള്ളിലേക്ക് വരുമ്പോൾ ആമേൻ സ്തോത്രം നമുക്ക് ചിലതെല്ലാം കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ ആമേൻ സ്തോത്രം കണ്ണുകൾ ആമേൻ സ്തോത്രം ഒന്ന് പ്രകാശിക്കട്ടെ ഈ ദിവസങ്ങളിൽ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഹൃദയ ദൃഷ്ടി ആമേൻ സ്തോത്രം ഹൃദയത്തിന്റെ കണ്ണുകൾ മങ്ങിപ്പോയാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ ദൈവവചനത്തിൽ തന്നെ എഫേസ്യ ലേഖനത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം 3:13 പ്രൈസ് ദി ലോർഡ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഇവിടെ പറയുന്നു ആമേൻ സ്തോത്രം കഷ്ടത. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കഷ്ടങ്ങളിൽ ആമേൻ സ്തോത്രം ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിച്ചില്ലെങ്കിൽ ആമേൻ സ്തോത്രം കഷ്ടതകൾ വരുമ്പോൾ അധൈര്യപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ഭയപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിച്ചിട്ടില്ല. ഹല്ലേലൂയ. കഷ്ടങ്ങൾ വരുമ്പോൾ ആമേൻ ഒരു ദൈവ പൈതൽ അധൈര്യപ്പെടേണ്ട കാര്യമില്ല. കാരണം ആമേൻ സ്തോത്രം നമുക്ക് വേണ്ടി വലിയ നിക്ഷേപം സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നാം ഓർക്കുമ്പോൾ നമുക്ക് അധൈര്യപ്പെടേണ്ട കാര്യമില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ കഷ്ടങ്ങളിൽ അവർ അധൈര്യപ്പെട്ടു പോകുന്നു. ആമേൻ ഹല്ലേലൂയ. പലരും പറയും ജീവിതത്തിൽ പല കഷ്ടങ്ങൾ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് കഷ്ടങ്ങൾ വരുമ്പോൾ പലരും പറയും
ഇതിലും ഭേദം ഇറങ്ങാതിരിക്കുന്നതായിരുന്നു നന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പഴയ ആമേൻ സ്തോത്ര സ്ഥാനത്ത് നിന്നിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ആമേൻ സ്തോത്രം നമ്മുടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കാര്യങ്ങൾ മുൻപോട്ട് പോകാതെ വരുമ്പോൾ പലരും പറയുന്ന ഒരു വാക്കാ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ പലരും എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കാത്തവര്, ആമേൻ സ്തോത്രം, ഹൃദയത്തിന്റെ കണ്ണുകൾ മങ്ങിപ്പോയവര് പറയുന്ന വാക്കാണ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഇതിലും ഭേദം പഴയത് തന്നെയായിരുന്നു നല്ലതെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ല ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഹൃദയ ദൃഷ്ടി പ്രകാശിച്ച ഒരു ദൈവ പൈതല് ഒരിക്കലും അത് പറയത്തില്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ജീവിതത്തിലെ ഏത് വിഷയങ്ങളുടെ മേലും ആമേൻ സ്തോത്രം നമ്മളോട് കൂടി ഒരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൂടെയുള്ള തുണകൾ മാറിപ്പോയാലും കൂടെയുള്ളവരൊക്കെ മാറിപ്പോയാലും ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നമ്മുടെ സങ്കേതമാ, ദൈവം നമ്മുടെ ബലമാ. ഘട്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാ. ആമേൻ സ്തോത്രം, മാറി നിൽക്കുന്ന തുണയല്ല കേട്ടോ. ആമേൻ സ്തോത്രം. ഒരു ചിക്കൻ ബോക്സ് വരുമ്പോൾ ആമേൻ സ്തോത്രം, നമുക്കറിയാം കോവിഡ് വന്ന സമയങ്ങളില് എത്രയെത്ര എല്ലാവരും മാറി മാറി നിന്നു. പക്ഷെ എന്നാൽ ഒരിക്കലും ആമേൻ സ്തോത്രം ഈ തുണ ആമേൻ സ്തോത്രം കർത്താവ് നമ്മളെ വിട്ട് മാറിപ്പോകത്തില്ല. തക്ക തുണയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, അധൈര്യപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ഒരിക്കലും അധൈര്യപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി മങ്ങിപ്പോയവരുടെ ലക്ഷണമാ. ആമേൻ. അവരെ ഘട്ടങ്ങളിൽ അധൈര്യപ്പെടും. അവർക്ക് ഘട്ടങ്ങളിൽ ഭയമുണ്ടാകും. മുൻപോട്ട് എങ്ങനെ പോകും, എങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ചിന്തകളാല്, ഭാരങ്ങളാല് ആമേൻ സ്തോത്ര ഡിപ്രഷൻ ബാധിച്ച് ആമേൻ നമുക്കറിയാം. ആമേൻ സ്തോത്ര, ഹല്ലേലൂയ. ആമേൻ പല കുടുംബങ്ങളിലും അസമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ആയിരിക്കുന്നതിന്റെ ഒക്കെ ലക്ഷണം ഇതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിൽ ധൈര്യപ്പെടുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. രണ്ടാമത് ആമേൻ സ്തോത്രം എഫെസ് ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വചനം. ആമേൻ സ്തോത്രം. അതിങ്ങനെ വായിക്കുന്നു, വായിച്ചിട്ട് അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴിയുന്ന ശിശുക്കൾ ആയിരിക്കാതെ. മതി സിസ്റ്ററെ, മതി. ആമേൻ സ്തോത്രം. ഇവിടെ പറയുന്നത് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അവരെന്നും ആത്മീയത്തിൽ ശിശുക്കളായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവര് മനുഷ്യരുടെ ചതിയിൽപ്പെട്ടു പോകും. ഉപായത്താൽ തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ അവർ കുടുങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉറപ്പില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിളിച്ച ദൈവം ആരാണെന്നൊരു ഉറപ്പ് അവരുടെ ജീവിതത്തിൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല എന്നൊരു ഉറപ്പ് അവരുടെ ജീവിതത്തിൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, അവരൊരിക്കലും ആമേൻ സ്തോത്രം അലഞ്ഞുഴഞ്ഞ് നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നതാ ആമേൻ സ്തോത്രം, അലഞ്ഞുഴലുന്ന ശിശുക്കൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരെന്ന് ശിശുക്കളാ. ആത്മീയത്തിൽ ഒരു വളർച്ച പ്രാപിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മീയത്തിൽ വളർച്ച പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കണം, ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. വീണ്ടും അവിടെ പറയുന്നു ആമേൻ സ്തോത്രം എഫെസ് ലേഖനം, ഹല്ലേലൂയ. ആമേൻ. ഞാൻ വേഗം പറഞ്ഞു പോവാ. നമുക്ക് ആമേൻ സ്തോത്രം സമയം ആമേൻ സ്തോത്രം ഹല്ലേലൂയ അരമണിക്കൂറും കൂടി ഉള്ളല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എഫെസ് ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനം ഇങ്ങനെയാ വായിക്കുന്നത്. ആമേൻ സ്തോത്രം. ഞാൻ തന്നെ പറയാം. ആമേൻ സ്തോത്രം. ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും മരിച്ചവരുടെ കൂടെയായിരിക്കും. ഹല്ലേലൂയ. ആത്മീയമായി മരിച്ചവരുടെ കൂടെയാണ് അവരുടെ ഇരിപ്പ്, കിടപ്പ്, നടപ്പ്, ആമേൻ സംസാരം എല്ലാം അവരുടെ കൂടെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഹൃദയദൃഷ്ടി പ്രകാശിച്ച ഒരു ദൈവ പൈതല് ആമേൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആമേൻ സ്തോത്രം എഴുന്നേറ്റ് ഹല്ലേലൂയ ജീവനുള്ളവരുടെ കൂടെ ആയിത്തീരും. ആത്മീയമായി ജീവൻ പ്രാപിച്ചവരുടെ, അവരുടെ സംസാരം കേട്ടാൽ അറിയാം, അവരുടെ പ്രവൃത്തി കണ്ടാൽ അറിയാം. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയുന്നു ആത്മീയമായി ഹല്ലേലൂയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആമേൻ സ്തോത്രം ആത്മീയ ദൃഷ്ടി, ഹൃദയത്തിന്റെ ദൃഷ്ടി ആമേൻ സ്തോത്രം പ്രകാശിച്ചവർ ആമേൻ സ്തോത്രം ഒരിക്കലും ആത്മീയമായി മരിച്ച അവസ്ഥയിലല്ല, മറിച്ച് ഹല്ലേലൂയ ജീവൻ പ്രാപിച്ച അവസ്ഥയിലാണ്. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്ര. ഉറങ്ങുന്നവനെ ആരെങ്കിലും ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കാതെ മങ്ങിയ അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഹാലലൂയ കേൾക്കുന്ന വചനത്തിന്റെ മുൻപിൽ ഈ പറയുന്ന അവസ്ഥയിൽ ആത്മീയമായി ഉറങ്ങുന്ന അവസ്ഥയിൽ ഹാലലൂയ ആത്മീയമായി ആരെങ്കിലും മരിച്ച അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഹാലലൂയ ആമേൻ സ്തോത്രം ഒന്ന് ഉണരുവാനായിട്ടിടയാകട്ടെ. ആത്മീയ ദൃഷ്ടി പ്രകാശിച്ചാൽ ഹല്ലേലൂയ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ ആമേൻ സ്തോത്രം ദൈവമക്കളെ ചില കരുതലുകൾ കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ആമേൻ ഉൽപ്പത്തി പുസ്തകം ആമേൻ സ്തോത്രം 28-ാം അധ്യായം അതിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്കറിയാം ഹല്ലേലൂയ ഹാഗാർ ആമേൻ സ്തോത്രം വായിക്കാൻ ഞാൻ എടുപ്പിക്കുന്നില്ല. ആമേൻ സ്തോത്രം ഹാഗാർ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഇസ്മായേലുമായി ഹല്ലേലൂയ ആമേൻ മരുഭൂമിയിൽ പോയി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം അവിടെ ചെന്ന് ബാലന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഒരമ്പിൻപാട് ദൂരെ മാറിയിരുന്ന് ആമേൻ സ്തോത്രം നിലവിളിപ്പാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഹാഗാറേ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ നിന്റെ കണ്ണൊന്ന് തുറക്ക്. ഹല്ലേലൂയ. കണ്ണിന് കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹാഗാറിന് കണ്ണിന് കാഴ്ചയുണ്ട്. ഭൗതികത്തിലെല്ലാം കാണുവാനായിട്ടുള്ള കാഴ്ചയുണ്ട്. പക്ഷെ എന്നാൽ ദൈവം കരുതിയ കരുതൽ കാണുവാൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ അധൈര്യപ്പെട്ടു പോകുന്ന അവസ്ഥകൾ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില സാഹചര്യങ്ങൾ പ്രതികൂലമായി വരുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കർത്താവിന്റെ കരുതലുകൾ കാണുവാൻ കഴിയാതെ ഹൃദയത്തിന്റെ ദൃഷ്ടി മങ്ങിയിരിക്കുന്ന അവസ്ഥ ഹല്ലേലൂയ ആമേൻ ഹാഗാറിനോട് പറയുക, ആമേൻ സ്തോത്രം നിന്റെ കണ്ണു തുറക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കണ്ണു തുറന്ന് നീ നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ, അവളുടെ ആത്മീയ കണ്ണു തുറന്നപ്പോൾ, അവളുടെ ആത്മീയ കണ്ണിന് പ്രകാശം ലഭിച്ചപ്പോൾ കർത്താവ് അവൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത് അവൾക്ക് വെളിപ്പെടുവാനായിട്ടിടയായി തീർന്നു. ദൈവമക്കളെ, ഞാൻ പറഞ്ഞതുപോലെ ആമേൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ അത് ഒരുക്കി വെച്ചിരിക്കുന്നത് കാണണമെങ്കിൽ ഉടബറബലവശംദന നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിക്ക് ഒരു പ്രകാശം ഉണ്ടാകണം. ആമീൻ. ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമീൻ. ദൈവ പ്രവൃത്തി കാണണമെങ്കിൽ ഹൃദയത്തിന്റെ കണ്ണു തുറക്കണം കേട്ടോ. ആമീൻ സ്തോത്രം. ദൈവത്തിന്റെ കരുതൽ കാണണമെങ്കിൽ ആമീൻ ഹല്ലേലൂയ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. പലതും ദൈവത്തിന്റെ കരുതലുകൾ നമുക്ക് കാണുവാൻ കഴിയാത്തത് അത് നമ്മുടെ കുറവ് കൊണ്ടാ. എന്താ? നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ കേൾക്കുന്ന വചനത്തിന്റെ മുൻപിൽ നമുക്കൊന്ന് ഏൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ ആമേൻ. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഹല്ലേലൂയ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിന്റെ കണ്ണു തുറന്നാൽ ദൈവമക്കളെ ഹല്ലേലൂയ ആമേൻ ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് നിനക്ക് വേണ്ടി കരുതിയത്, തലമുറകൾക്ക് വേണ്ടി കരുതിയത് വെളിപ്പെടുവാനായിട്ടിടയായി തീരും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ചിലപ്പോൾ കണ്ടില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നാളുകളിൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ, വാക്കുമാറാത്ത ദൈവമാ. ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിച്ചാൽ ആമേൻ ഹൃദയത്തിന്റെ ദൃഷ്ടിയൊന്ന് പ്രകാശിച്ചാൽ ഹല്ലേലൂയ ഇന്നല്ലെങ്കിൽ നാളെ ആമേൻ സ്തോത്രം വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ടിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ പ്രിയപ്പെട്ടവരെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം വീണ്ടും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ നമുക്കറിയാം ഹല്ലേലൂയ എലീശ പ്രവാചകന്റെ ഭൃത്യന്മാര്, ശിഷ്യന്മാര് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ മലകൾ ഹല്ലേലൂയ സൈന്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് ഭാരപ്പെടുവാനിടയായി, ഭയപ്പെടുവാനിടയായി തീർന്നു. അവരധൈര്യപ്പെടുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരധൈര്യപ്പെട്ടിട്ട് എലീശയോട് വന്ന് പറയുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വന്ന് പറയുന്നു ആമേൻ സ്തോത്രം. ഹല്ലേലൂയ രഥങ്ങളും കുതിരകളും കൊണ്ട് മലകൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ എലീശ ചെന്ന് നോക്കിയപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അതല്ല കണ്ടത്. ദൈവമക്കളെ ഹല്ലേലൂയ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചവരും
അല്ലാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരുടെ കാഴ്ചയ്ക്ക് ഹല്ലേലൂയ ആമേൻ സ്തോത്രം അവര് പ്രതികൂലങ്ങൾ മാത്രം കാണും, അവര് നെഗറ്റീവ് മാത്രം കാണും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ച ഒരു ദൈവ പൈതല് ആമേൻ സ്തോത്രം എത്ര സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും നെഗറ്റീവ് അല്ല കാണുന്നത്, മറിച്ച് ഹല്ലേലൂയ അവര് പോസിറ്റീവായിട്ടുള്ളത് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആമേൻ പ്രതികൂലങ്ങളല്ല നാം കാണേണ്ടത്, അതിനകത്തുള്ള ദൈവ പ്രവൃത്തി കാണുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ ആമേൻ കർത്താവ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ കേൾക്കുന്ന ജീവിതങ്ങളെ ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ദൈവമക്കളെ. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഹൃദയത്തിന്റെ ദൃഷ്ടി മങ്ങിയിരിക്കുന്നെങ്കിൽ, ഹൃദയത്തിന്റെ ദൃഷ്ടിക്ക് ആവശ്യം പോലെ ആമേൻ സ്തോത്രം പ്രകാശം ലഭിച്ചിട്ടില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് പറയുക, നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ. ഓ ഹല്ലേലൂയ കർത്താവിന്റെ കരുതലുകൾ കാണുവാൻ ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ദൈവത്തിന്റെ കരുതലുകൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ അത് കാണുവാനായിട്ട് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. വീണ്ടും ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഈ ആമേൻ സ്തോത്രം ഇവിടെ പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുന്നവർക്ക് ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ചിലതൊക്കെ ഹല്ലേലൂയ അവർക്ക് വെളിപ്പെടുവാനായിട്ട് തീരും. അതിനുവേണ്ടി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും ആമേൻ സ്തോത്രം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചതിന്റെ വിളിയുടെ പുറകിലുള്ള ഉദ്ദേശം ഇന്നതെന്ന് നാം ഗ്രഹിക്കണമെങ്കിൽ ആമേൻ സ്തോത്രം നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിക്ക് ഒരു പ്രകാശം വേണം. നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ആമേൻ നമ്മളെ വിളിച്ച ഒരു വിളിയുണ്ട്. ആമേൻ സ്തോത്രം. എപ്പോഴാണ് നമ്മെ വിളിച്ചത്? ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ നമ്മെ ക്രിസ്തുവിൽ വിളിച്ചു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ആമേൻ സ്തോത്രം കർത്താവ് ആമേൻ സ്തോത്രം ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തില് അങ്ങനെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മള് മുൻപേ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നിയൊരു കാലം നമ്മുടെ പിൻപിലുണ്ട്. എന്നാൽ അവരുടെ ഇടയിൽ ഹല്ലേലൂയ ആമീൻ നാം ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിന് മനോവികാരങ്ങൾക്ക് ഇഷ്ടമായതൊക്കെ ചെയ്തുകൊണ്ട് കോപത്തിന്റെ മക്കളായി സമയത്ത് ആമീൻ സ്തോത്ര കരുണാസമ്പന്നനായ ദൈവം ആമേൻ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം ഹല്ലേലൂയ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഈ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ദൈവം, നമ്മളെ വിളിച്ച വിളിയുടെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവമക്കളെ ആമേൻ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നാം ഗ്രഹിക്കണം. ആമേൻ. ഇവിടെ ദൈവത്തിന്റെ വചനം അതാ പറയുന്നേ, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. എന്താ കർത്താവിന്റെ വിളിയുടെ ആശ? ദൈവമക്കളെ വെറുതെ വിളിച്ചതല്ല നമ്മെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മളെ വിളിച്ച വിളിയുടെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ക്രിസ്തുവിൽ കർത്താവ് വിളിച്ചു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയുകയാ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. എവിടെ അനുഗ്രഹിക്കപ്പെട്ടു? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും. നമുക്കറിയാം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ കിടക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണോ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ മറ്റുള്ളവർ നമ്മെ നോക്കി പറയത്തില്ലേ? ഹല്ലേലൂയ. ഒന്നുകിൽ അവരുടെ എന്തെങ്കിലും കുഴപ്പമായിരിക്കാം. ആമേൻ സ്തോത്രം. അല്ലെങ്കിൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരല്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്തോ ശാപം അവരെ പിൻപറ്റുന്നു എന്നൊക്കെ ചിലപ്പോൾ നമ്മെ നോക്കി പറഞ്ഞെന്നിരിക്കാം. പക്ഷേ എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുക, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ ആമേൻ സ്തോത്രം അന്നെ അനുഗ്രഹിച്ചിരിക്കുകയെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുക. ദൈവമക്കളെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം.
ആമേൻ. അല്ലെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാ കേട്ടോ. നാം അനുഗ്രഹിക്കപ്പെട്ടവരാ. ഒന്ന് വാ തുറന്ന് പറ, നാം അനുഗ്രഹിക്കപ്പെട്ടവരാ. പ്രതികൂലങ്ങൾ കാണും, പ്രതിസന്ധികൾ കാണും, രോഗങ്ങൾ കാണും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. മറ്റുള്ളവർ നോക്കുമ്പോൾ അവരുടെ മുൻപിൽ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നമുക്ക് മറ്റുള്ളവർക്കുള്ള പലതും ചിലപ്പോൾ നമുക്ക് കണ്ടില്ലെന്ന് വരാം. ആമേൻ, സ്തോത്രം. അല്ലെങ്കിൽ മറ്റുള്ളവര്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ചിലപ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടില്ല എന്ന് വരാം. പക്ഷെ എന്നാൽ, ഹല്ലേലൂയ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ കൂടെ നമ്മെ അനുഗ്രഹിച്ച ഒരു ദൈവമാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, നാം അനുഗ്രഹിക്കപ്പെട്ടവരാ. ഒന്ന് തലേ കൈവച്ച് പറ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ. എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതാ. ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. ആമേൻ, സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ, ഹല്ലേലൂയ, നഴ്സറി പഠിക്കുന്ന സമയം മുതലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ, ആമേൻ, സ്തോത്രം, പ്രാർത്ഥിച്ച് സ്കൂളിൽ വിടുമ്പോൾ, ആമേൻ, സ്തോത്രം, ഒന്നും അറിയത്തില്ല. അന്ന് ഇത്രത്തോളം ഒന്നും ആത്മീയതയൊന്നും ഇല്ല ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒന്നും അറിയത്തില്ല. ആമേൻ, ശിശുക്കളുടെ അവസ്ഥ, ആമേൻ, സ്തോത്രം, ഇന്നും ഒന്നും അല്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവ്, ആമേൻ, സ്തോത്രം, വിശ്വാസത്തിലേക്കൊക്കെ വരുന്നതിന് മുൻപ് തന്നെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെ തല കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, കർത്താവേ, ആമേൻ, സ്തോത്രം, യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇവരെ രാജ്യങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. കുഞ്ഞു കൊച്ചായി നഴ്സറി പോകുന്ന കുഞ്ഞുങ്ങളുടെ തലേ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവേ, ഇവരെ രാജ്യങ്ങൾക്ക് അനുഗ്രഹമാക്കി വെക്കണേ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. കേരളം വിട്ട്, ആമേൻ, സ്തോത്രം, ഒരു സ്ഥലത്തും പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം. എന്തിനു പറയുന്നേ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കേരളത്തിലെ 14 ജില്ലകൾ പോലും, ആമേൻ, സ്തോത്രം, പോയിട്ടില്ല. ഹല്ലേലൂയ. പക്ഷേ എന്നാൽ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, വിളിച്ച ദൈവം വിശ്വസ്തന, വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, റമാനക ശംദന ചുടവ റവലവ ശംദന, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിവ് കൊണ്ടല്ല, സാമർത്ഥ്യം കൊണ്ടല്ല ദൈവമക്കളെ. ഹല്ലേലൂയ, അർഹതയില്ലാത്ത സ്ഥാനത്ത് പല നന്മകളും പല അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം തലമുറകളുടെ മേൽ പകർന്നെങ്കിൽ, ഹല്ലേലൂയ, നീ പറയുന്ന ഒരു വാക്കും വ്യർത്ഥമായി പോകത്തില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹമായിരിക്കും. അബ്രഹാമിനോട് പറഞ്ഞല്ലോ, നീ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹമായിരിക്കും, നീ ശപിക്കുന്നത് ശാപമായിരിക്കും. നീ ദേശത്തെ അനുഗ്രഹിച്ചാൽ ദേശം അനുഗ്രഹിക്കപ്പെടും, കുടുംബത്തെ അനുഗ്രഹിച്ചാൽ കുടുംബം അനുഗ്രഹിക്കപ്പെടും, തലമുറയെ അനുഗ്രഹിച്ചാൽ തലമുറ അനുഗ്രഹിക്കപ്പെടും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, റമനക ശംദന ജുഡവ റവലവ ശംദന, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവ്. ആമേൻ. നമ്മളെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താ പ്രിയപ്പെട്ടവരെ? നമ്മളെ വിളിച്ച വിളി എന്റെതാ. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നാം തിരിച്ചറിയണം. നമ്മളെ എന്തിനാ വിളിച്ചേ? ഹല്ലേലൂയ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതിന്. ആമേൻ, സ്തോത്രം. നമ്മളെ വിളിച്ച വിളിയുടെ പിൻപിലെ ഉദ്ദേശം ഇതാ ദൈവമക്കളെ, മറ്റൊന്നുമല്ല. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകണം. മനുഷ്യന്റെ മുൻപിലല്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ മുൻപിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പുറമെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ, ആമേൻ, മറ്റുള്ളവരുടെ മുമ്പിൽ, ആമേൻ, അവര് വിശുദ്ധര അല്ലെ അവര് നിഷ്കളങ്കര എന്നൊക്കെ പറയിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ, ആമേൻ, സ്തോത്രം, അവൻ നമ്മെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, അവനിൽ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ തിരഞ്ഞെടുപ്പ് എന്താണെന്നറിയാമോ? നമ്മുടെ വിളിയെക്കുറിച്ചുള്ള ആശയം എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ മാത്രമേ, പ്രൈസ് ദി ലോർഡ്, ആ വിളിയെക്കുറിച്ചുള്ള ആശയം അറിയാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിളിച്ചതിന്റെ ഉദ്ദേശം ഇതാ. ആമേൻ, സ്തോത്രം. ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാത്തവര്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പാമ്പിന്റെ കൂടെ ചെല്ലുമ്പോൾ തലയും കാണിച്ച്, മീനിന്റെ കൂടെ ചെല്ലുമ്പോൾ വാലും കാണിച്ച് പോകാനായിട്ട് സാധിക്കും. പക്ഷേ തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കുവാനായിട്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ ആശ നാം ഒന്ന് അറിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മെ വിളിച്ചതിന്റെ ആശ ഇതാ. കർത്താവിന് നമ്മെ കുറിച്ചുള്ള ആശ, അവന്റെ വിളിയാലുള്ള ആശ. ആ ആശ നാം തിരിച്ചറിയണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതെന്താ? നാം വിശുദ്ധരായി ജീവിക്കണം. എവിടെയാ? കർത്താവിന്റെ സന്നിധിയിൽ. ആമേൻ. മനുഷ്യന്റെ മുൻപിലല്ല. മനുഷ്യന്റെ മുൻപിൽ നമുക്ക് പലതും അഭിനയിക്കാം, പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സ്തോത്രം. എബ്രായ ലേഖനം
12-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം അതിങ്ങനെയാ വായിക്കുന്നത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ, അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ശിക്ഷ ആർക്കും ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാലശിക്ഷ കൂടാതെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു മക്കളെ വളർത്തുവാനായിട്ട് സാധിക്കത്തില്ല. ഹല്ലേലൂയ. ബാലശിക്ഷ കൊടുത്ത് വളർത്തുന്ന മക്കള് ആമേൻ സ്തോത്രം അവര് ഹല്ലേലൂയ മക്കളാണെങ്കിൽ ഹല്ലേലൂയ അല്ലെങ്കിൽ വചനം പറഞ്ഞ പ്രായലേഖനത്തിൽ തന്നെ പറയുന്നവര് കൗലടയന്മാരത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിക്ഷ നിരസിക്കരുത് കേട്ടോ. സർവശക്തന്റെ ശിക്ഷ നിരസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുവാൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ വിളിച്ച ദൈവം ആമേൻ വിശ്വസ്തനായ ദൈവമാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ 4:12 ഇപ്രകാരം വായിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇവിടെ ഹല്ലേലൂയ പറയുക. ആമേൻ. പത്രോസ് ലേഖനം എഴുതിയപ്പോൾ ഇവിടെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നത് ആമേൻ അതിൽ നാം ലജ്ജിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എന്നിട്ടും ഇവിടെ അഗ്നിശോധനയാണ് അനുഭവിക്കുന്നതെങ്കിലും ഹല്ലേലൂയ പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധന അനുഭവിക്കുമ്പോഴും ആമേൻ സ്തോത്രം ഇവിടെ പറയുന്ന പ്രിയമുള്ളവരെ. ആമേൻ. മനുഷ്യരാണെങ്കിൽ അഗ്നിശോധനയുടെ സമയത്ത്, പ്രതികൂലത്തിന്റെ സമയത്ത്, കഷ്ടതയുടെ സമയത്ത് മനുഷ്യരെല്ലാവരും വിട്ടിട്ട് പോകും. ആമേൻ സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്ന പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹത്തോടെ ആമേൻ നമ്മളോട് കൂടെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടതയുടെ സമയത്തും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഗ്നിശോധന അനുഭവിക്കുമ്പോഴും ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. നിങ്ങൾ അതിശയിച്ചു പോകരുത്. ഇത് നിങ്ങൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുക. കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഈ കഷ്ടങ്ങളിൽ നാം സന്തോഷിച്ചാൽ ആമേൻ സ്തോത്രം അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയില് ആമേൻ സ്തോത്രം ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ദൈവമക്കളെ, ശിക്ഷ സർവശക്തന്റെ ശിക്ഷ നിരസിക്കരുത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ മാറും, പ്രയാസങ്ങൾ മാറും. ഇന്ന് നീ അനുഭവിക്കുന്ന വേദന എന്ത് തന്നെയാണെങ്കിലും ആമേൻ സ്തോത്രം അതിനെ മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും കേട്ടോ. ഹല്ലേലൂയ. ദൈവം വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ആമേൻ സ്തോത്രം. ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ലെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ആമേൻ സ്തോത്രം കൂടെയുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നാം തിരിച്ചറിയണം. ആമേൻ സ്തോത്രം. കർത്താവ് നമ്മെ വിളിച്ചതിന്റെ വിളിയുടെ ഉദ്ദേശം എന്നതാണെന്നുള്ളത് നാം ഒന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ അവന്റെ പ്രത്യക്ഷതയിൽ ഹല്ലേലൂയ നമുക്കും ഹല്ലേലൂയ ആമേൻ കടന്നു ചെല്ലണമെങ്കിൽ, നാം നിത്യതയിൽ കടന്നു ചെല്ലണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഹല്ലേലൂയ നമ്മള് ആമേൻ സ്തോത്രം നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ച് ആമേൻ സ്തോത്രം അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും പിന്നെ പറയുന്നത് ആമേൻ സ്തോത്രം അവന്റെ മഹിമ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും ആമേൻ സ്തോത്രം അതും ഹല്ലേലൂയ നാം ഒന്നറിയണം. കർത്താവിന്റെ അവകാശത്തിന്റെ മഹിമാധനം ആമേൻ സ്തോത്രം. അതാ ഞാൻ ഇപ്പൊ പറഞ്ഞ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന് 3-ാമത്തെ വാക്യത്തിൽ പറയുന്ന സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും പ്രൈസ് ദി ലോർഡ് അവന്റെ മഹിമാധനം. അതിലപ്പുറത്തോട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എന്തുണ്ടേലും ഇവിടെ എല്ലാവർക്കും വേണ്ടിയതെല്ലാം ആമേൻ സ്തോത്രം വലിയ വീടുകള്, ബാങ്ക് ബാലൻസ്, വലിയ വില കൂടിയ ആഡംബര കാറുകള്, ഇത്രയൊക്കെ ഇവിടെ ഈ ലോകത്തിൽ വേണ്ടിയത്. പക്ഷേ ഇതൊന്നും നാം അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. മറിച്ച് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ
ആമേൻ സ്തോത്രം ദൈവമക്കളെ, അത് നമ്മുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ ആമേൻ സ്തോത്രം കർത്താവ് വർഷിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിൽ വ്യാപരിക്കുന്ന ആമേൻ സ്തോത്രം വീണ്ടും പറയുന്നു. ആമേൻ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് ആമേൻ സ്തോത്രം. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനെക്കുറിച്ച് കുറെ പറയാനുണ്ട്. സമയത്തിന്റെ പരിധി അനുസരിച്ച് ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ഈ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, മാത്രമേ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന്, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നൊക്കെ നാം അറിയണമെങ്കിൽ ആ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രകാശിക്കണം. ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നാൽ പോരാ, അതിനകത്തൊരു പ്രകാശം ലഭിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രകാശനം ലഭിക്കാൻ ഹല്ലേലൂയ അപ്പോസ്തലൻ ആമേൻ സ്തോത്രം പത്രോസ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശിഷ്യന്മാരോടെല്ലാം യേശു കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോരുത്തരും ഓരോന്നും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം പറഞ്ഞു, പ്രവാചകനാണ്, ആമേൻ ഏലിയാവാണ്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ പലതും പറഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പത്രോസ് മാത്രം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, എന്റെ സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ പത്രോസെ നിനക്കിത് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ വെളിപ്പാട് ലഭിച്ച നീ ഇനി പഴയ പത്രോസ് അല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റമാനക ശംദന ഉടമരവ ശംദന റമലക റീഖബരവലവ ശംദന. ആമേൻ, ഹല്ലേലൂയ. വെളിപ്പാട് ലഭിച്ചു കഴിഞ്ഞാൽ ദൈവവൈതലേ, പിന്നെ നീ ആമേൻ പഴയ ആളല്ല കേട്ടോ, മാറ്റം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. പത്രോസിന് ഹല്ലേലൂയ ഈ വെളിപ്പാട് ലഭിച്ചു. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് ലഭിച്ചപ്പോൾ യേശു കർത്താവ് പറയുക, പത്രോസേ, ഹല്ലേലൂയ, നീ ഇനി പത്രോസ് അല്ല, നീ പാറയാ. ആമേൻ സ്തോത്രം, ഞാൻ എന്റെ സഭയെ നിന്റെ മേൽ പണിയും. ആമേൻ സ്തോത്രം, നീ സ്വർഗത്തിൽ കെട്ടുന്നത് നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് ചിലതിനെ കെട്ടുവാനും ചിലതിനെ പൊളിക്കുവാനും ചിലതിനെ അഴിക്കുവാനും പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, എടുത്തുപയോഗിക്കുമെന്ന് ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ് പറയുകയാ. പക്ഷേ ഈ വെളിപ്പാട് പ്രാപിക്കണം. പത്രോസിന് കിട്ടിയ വെളിപ്പാട് ആമേൻ സ്തോത്രം നമുക്ക് പ്രാപിച്ചാൽ, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നാൽ, ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ, ഹല്ലേലൂയ, ഈ വെളിപ്പാട് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ ആമേൻ വെളിപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്ര. ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുകയാ, ആമേൻ സ്തോത്രം, ഈ വെളിപ്പാട് ലഭിച്ചാൽ അവസ്ഥ മാറാൻ പോവുകയാ. ഈ വെളിപ്പാട് ലഭിച്ചാൽ ആമേൻ സ്തോത്രം സാഹചര്യങ്ങൾ മാറാൻ പോവുകയാ. ആമേൻ സ്തോത്രം, ഈ ആമേൻ വെളിപ്പാട് ലഭിച്ചാൽ ശുശ്രൂഷകൾക്ക് മാറ്റാൻ വരാൻ പോകുകയാ. ഈ ആമേൻ സ്തോത്രം വെളിപ്പാട് ലഭിച്ചാൽ ആമേൻ സ്തോത്ര ചില അതിരുകളെ ദൈവം വിശാലമാക്കാൻ പോവുകയാ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്കൊന്ന് ഏൽപ്പിക്കാൻ പറ്റും? ആമേൻ, ഹല്ലേലൂയ. ആയിരിക്കുന്നത് ആമേൻ സ്തോത്രം ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചാട്ട്, ഈ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചാട്ട് ദൈവമക്കളെ, ഹല്ലേലൂയ. റിമാനക ശംദന, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും ഇവിടെ പറയുന്നത് എഫെസ്യ ലേഖനം, ആമേൻ സ്തോത്രം, അതിന്റെ അടുത്ത വാക്യത്തിൽ ഞാൻ പറയാം, അളവറ്റ ശക്തിയുടെ വലിപ്പം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം, ഈ ശക്തിയുടെ വലിപ്പം ആമേൻ നാം ഒന്ന് തിരിച്ചറിയണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവന്റെ ആമേൻ സ്തോത്രം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട്. യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഹല്ലേലൂയ. ആ ശക്തി ഇന്ന് പകൽക്കാലം ചിലത് പ്രവർത്തിക്കും.
ആമേ സ്തോത്രം. ശബ്ദനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയാത്തതൊന്നുമില്ല. ചില രോഗത്തിന്റെ കെട്ടുകളെ അഴിക്കുവാൻ, ചില ബന്ധനങ്ങളെ അഴിക്കുവാൻ, ആമേ സ്തോത്രം, ചില രേഖകളെ തിരുത്തി എഴുതുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് സാധിക്കും. ആ ഉയർപ്പിന്റെ ശക്തി, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ചില തടസ്സങ്ങളെ ആമേൻ വഴിമാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില തലമുറകളുടെ ആമേൻ സ്തോത്രം ഭാവിക്ക് തടസ്സമായി നിൽക്കുന്ന ചില തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ, വഴിമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഉയർപ്പിന്റെ ശക്തി ആ വിഷയത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ ശക്തി, ആമേൻ കർത്താവേ, ചില കുടുംബങ്ങളുടെ മേൽ, ചില തലമുറകളുടെ മേൽ, അവരുടെ വിഷയങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. മക്കളെ, ഈ ഉയർപ്പിന്റെ ശക്തിയുണ്ടല്ലോ, ഹല്ലേലൂയ, ഇത് വ്യാപരിച്ചാൽ ഹല്ലേലൂയ സാഹചര്യം മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആ ഉയർപ്പിന്റെ ശക്തി, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി, ആമേൻ, ഈ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ശരീരങ്ങളിൽ വ്യാപരിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, തലമുറകളുടെ കെട്ടുകൾ അഴിയട്ടെ. തലമുറകളുടെ ഭാവിക്ക് നേരെ തടസ്സമായി നിൽക്കുന്ന ആ തടസ്സങ്ങൾ നസ്രേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. മുന്നോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് വാദിച്ച് നിൽക്കുന്ന ചില ആമേൻ സ്തോത്രം ശത്രുവിന്റെ പോരുകള്, ആമേൻ ചില പദ്ധതികള്, ആമേൻ സ്തോത്രം ചിലതെല്ലാം തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കാത്ത വിധത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആയിരിക്കുന്ന അവസ്ഥ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ആമേൻ സ്തോത്രം. ചിലതിന് സ്റ്റെപ്പ് എടുത്ത് വെച്ചു, എന്നാൽ അതിനെ മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. ആമേൻ ബ്രേക്കായി നിൽക്കുന്നു. ആമേൻ സ്തോത്രം. ആ അവസ്ഥ മാറട്ടെ. ചില ദൈവസഭകളിൽ ആത്മാക്കളെ കടത്തിവിടാത്ത അവസ്ഥ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ആമേൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അത് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഹല്ലേലൂയ. നിങ്ങൾ ആയിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ദൈവമക്കളെ, ഒരു ഹല്ലേലൂയ, ആമേൻ, സമയം തീർന്നു എന്ന് എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. സമയം തീർന്നു എന്ന് എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ആമേൻ മുൻപോട്ട് പോകുന്നു. പക്ഷേ എന്നാൽ ഞാൻ നിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. എല്ലാത്തിനും നമുക്ക് ആമേൻ സ്തോത്രം അതിരുവരമ്പുകളുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് നിർത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ വചനം തീർന്നിട്ടില്ല കേട്ടോ. ആമേൻ. വിശ്വസിക്കുന്നതിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, ആമേൻ സ്തോത്രം, അതിനെക്കുറിച്ച് തീർന്നിട്ടില്ല. പക്ഷെ എന്നാൽ ഇന്ന് പകൽക്കാലം അത് വ്യാപരിക്കട്ടെ. അതുങ്ങളുടെ ശരീരങ്ങളിൽ വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ, തലമുറകളിൽ വ്യാപരിക്കട്ടെ. ആമേൻ സ്തോത്രം. എവിടെ തടസ്സമായി നിൽക്കുന്നു ആ തടസ്സങ്ങളിലേക്ക് ഈ വചനത്തിന്റെ ശക്തി ഒന്ന് കടന്നു ചെല്ലട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആയിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ആർക്ക് പറയാൻ പറ്റും? കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം കർത്താവേ. ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നവരാ, പക്ഷെ പോരെ കർത്താവേ. ആ കണ്ണുകൾക്ക് പ്രകാശം വേണം. ചിലതെല്ലാം കാണുവാൻ ദൈവിക കരുതലുകള്, ദൈവത്തിന്റെ വെളിപ്പാടുകള്, ശബ്ദന കർത്താവേ, ഹല്ലേലൂയ, അത് കാണുവാൻ കർത്താവേ ആ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമേ. ആർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും? ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദന കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ശബ്ദന ഈ തിരുവചനം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഇത് വെറുതെയാകത്തില്ല. ആമേൻ. ഇതിന്റെ ശക്തി വ്യാപരിക്കും. പരിശുദ്ധാത്മാ വ്യാപരിക്കും. വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാതെ അത് മടങ്ങി വരത്തില്ലെന്ന് വചനം പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ തിരുവചനം ആമേൻ സ്തോത്രം കിലോമീറ്ററുകൾക്കപ്പുറം അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി
കടന്നു ചെല്ലട്ടെ. ചില രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അത്യന്ത ശക്തി, വചനത്തിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ഉയർപ്പിന്റെ ശക്തി കർത്താവേ ചില രോഗികളുടെ മേൽ കടന്നു ചെല്ലട്ട് കർത്താവേ. ചില ആശുപത്രി കിടക്കകളിൽ കടന്നു ചെല്ലട്ടെ. ഉടവറബലവ ശബ്ദന ചില കർത്താവെ കിടക്കുന്ന സ്തോത്ര രോഗികളുടെ മേൽ കടന്നു ചെല്ലട്ട് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അത് സൗഖ്യമായി വ്യാപരിക്കട്ടെ, അത് വിടുതലായി വ്യാപരിക്കട്ടെ, അത് സ്വാതന്ത്ര്യമായി വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ഉടപരബലവ ശബ്ദന ചില കുടുംബ ബന്ധങ്ങളുടെ മേൽ, സമാധാനമില്ലാത്ത ചില കുടുംബങ്ങളുടെ മേൽ, സ്വസ്ഥതയില്ലാത്ത ചില കുടുംബങ്ങളുടെ മേൽ ദൈവപ്രവൃത്തിയായി വെളിപ്പെടട്ടെ കർത്താവേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില തലമുറകളുടെ ഭാവിയോടനുബന്ധിച്ച് ഉള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയുവാൻ ദൈവം ഇടയാക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക കർത്താവേ. അവന്റെ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം കർത്താവേ. അതിന് അളവും പരിധിയും ഇല്ല കർത്താവേ, അതിന് പരിമിതിയില്ല കർത്താവേ. സ്തോത്രം. അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഗ്രഹിച്ചറിയുവാനുള്ള ദൈവകൃപ ദൈവമേ ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. ഈ ജനത്തിന്റെ മേൽ പകരുന്നതിനായി സ്തോത്രം കർത്താവേ. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലെ, അവരുടെ കുടുംബത്തിന്റെ മേലെ, അവരുടെ തലമുറകളുടെ മേലെ, അവരുടെ ശുശ്രൂഷകളുടെ മേലെ പരിശുദ്ധാത്മാവ് അത് ചെയ്തതിനായി സ്തോത്രം കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. തിരുസാന്നിധ്യത്തിന്റെ മറവിൽ അങ്ങ് മറച്ചതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗസ്ഥ നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. മറനാഥ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസി പ്രിയ സിസ്റ്ററിനോടും ആമിസ്തോത്തിന്റെ എല്ലാ ഭാരവാഹികളോടും പ്രത്യേക ഹല്ലേലൂയ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് നമ്മ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.